C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. ഭയങ്കരമായിട്ട് ക്ഷമ കെട്ടതുപോലെ ഉണ്ടല്ലോ. ആര് പറഞ്ഞ? അങ്ങനെയൊന്നുമില്ല. ആരും പറഞ്ഞതല്ല, മുഖം കണ്ടപ്പോ അങ്ങനെ തോന്നി. ഏയ്, എനിക്കൊരു കുഴപ്പമില്ല. അതെ, എന്താ പരിപാടി? എന്ത് പരിപാടി? കിടക്കണം. ഇന്ന് കിടന്നു. ഹലോ ഹലോ ഹലോ, അവിടെയല്ല, ഇവിടെ. ഇവിടെയാ? ആ, ഇവിടെ തന്നെ. വീട് മാറിയെന്ന് കരുതി പതിവിലൊന്നും ഒരു മാറ്റമില്ല. കിടല. എന്താ പോവാനോ? ഞാൻ എങ്ങോട്ട് പോവാനാ? ഇയാളോടല്ല, അത് അതിനോട് പറഞ്ഞത്. അതൊരു പല്ലിയല്ലേ, ദിനോസറൊന്നും അല്ലല്ലോ. പല്ലി എനിക്ക് പേടിയാ. ഡൈനോസറിന് എനിക്ക് ഒരു പേടിയില്ല. അതെ, മനസ്സിലായില്ല. ഇല്ലാത്ത ഡിനോസറിന് എന്ത് പേടിക്കാനാ? ആ പല്ലിയാണെങ്കിൽ കടിക്കുവൻ, അറിയോ? ഇതുവരെ പല്ലി കടിച്ച ഒരാൾ മരിച്ചായിട്ട് ഞാൻ എവിടെയും കേട്ടിട്ടില്ല. ആദ്യമായിട്ട് മരിക്കുന്ന ആള് ഞാനാണെങ്കിലോ? ഇയാൾ എന്നെ കളിയാക്കുവാണോ? മനുഷ്യനെ വെട്ടാനും കുത്താനും പേടിയില്ല, പല്ലിയെ പേടി. അയ്യ, കൊള്ളാം, നല്ല വിരോധാഭാസം. എനിക്ക് സത്യമായിട്ട് ഈ ജന്തുവിന് പേടിയാ. അതിന് ചെറുതൊന്നുമില്ല പറഞ്ഞു വന്ന് ഇയാളെ ആക്രമിക്കാൻ. എന്റെ അമ്മേ, സമാധാനായിട്ട് കിടക്കങ്ങോട്ട്. എന്റെ ശാലിനി, ഞാനെങ്ങനെ നിലത്ത് കിടക്കുന്ന സമയത്ത് അതെങ്ങനെ നിലത്ത് വീണാലോ? അനു, ഇപ്പൊ എന്ത് ചെയ്യണമെന്ന്? അതെ, ഇന്ന് ഒരു ദിവസത്തേക്ക് ബെഡില് ഞാൻ ശരി, എന്നാ കിടന്നോ. അമ്മേ, എന്തായി കാണിക്കുന്നേ? മനുഷ്യനെ പേടിപ്പിക്കാൻ. ജനലടയ്ക്കാം. വല്ല പട്ടിയും പൂച്ചയൊക്കെ കേറിയാലേ. എന്നാ ഞാൻ കിടക്കട്ടെ. ഓ, എന്റെ ദേവി, പല്ലി വരാതെ കാത്തോളണേ. ഡിസ്റ്റൻസ്, ഈ സോഷ്യൽ ഡിസ്റ്റൻസിങ് വേണമെന്ന്. ഇത് കൊറോണയൊക്കെ പോയില്ലേ, പിന്നെന്തോന്നു സോഷ്യൽ ഡിസ്റ്റൻസ്? ഓരോന്നും. ഇയാളോട് മര്യാദക്ക് മാറി കിടക്കാൻ പറഞ്ഞത്, ഇല്ലെങ്കിലേ പല്ലിയേക്കാൾ കിടക്കാം. ഹലോ, എന്താ? നീ കിടക്കാനാ പറഞ്ഞേ, അല്ലെങ്കിലേ ബെഡിന്ന് ഇറക്കി വിടിഞ്ഞ. എന്നിട്ട് കൊറേ പല്ലിയെ പിടിച്ചോണ്ട് വന്ന് വേണ്ട, ഞാൻ കിടന്നോളാം. പിന്നെ പല്ലിയുള്ള കുഞ്ഞമ്മടെ മോളല്ലേ വിളിക്കുമ്പോ വരാൻ. അതെ, കുറച്ചുകൂടെ അങ്ങോട്ട് നീങ്ങ, കുറച്ചുകൂടെ നീങ്ങ അങ്ങോട്ട്. എന്റെ നടുവേ, എന്റെ അമ്മേ, അതുകൊണ്ട് ഞാൻ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഈ സൈഡിൽ എവിടെയെങ്കിലും ഒന്ന് കിടന്നോട്ടെ. ശരി, കിടന്നു. ഇതൊന്നും കൂടെ ഇട്ടപ്പോ വെയിറ്റ്. എന്റെ ദാസ, അതൊന്ന് വേഗം ആയിക്കോട്ടെ. എന്തെങ്കിലും മന്ദം പോകുന്നേ. എന്റെ പൊന്നു ചേട്ടത് അങ്ങനെയല്ല. അവിടെയാണ് തലയിട്ട്, അല്ലാതെ ഇവിടെ അല്ല. ആശാൻ ഉഷാറ് കൂടുതലാണല്ലോ. ഏട്ടത്തിയമ്മ കാണിക്കാനായിരിക്കും. എന്താടാ ഫോണില്ലേ? ഞാൻ ചെല്ല്. കല്യാണ ചക്കനെ പോലെ വന്നിരിക്കേ. ഹലോ വിഷ്ണു ചേട്ടാ, വരൂ. അങ്ങനെ അകത്തേക്കുന്നുള്ളൂ. ആ ചായമടയൊക്കെ അവിടെ. ഓ ശരി. അയ്യോ ചേച്ചി, ഇതേ എപ്പോഴായിരുന്നു? ഗിഫ്റ്റിനൊന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല. അല്ല, കുട്ടികളൊന്നും കൊണ്ടുവരാൻ. അവർക്ക് ക്ലാസ് ഉണ്ട്. ആ, നമ്മുടെ ബാലൻ ചേട്ടന്റെ. നമസ്കാരം. വരൂ. എന്താ സാവിത്രി, കുട്ടികളെ കൊണ്ടുവന്നില്ലേ? അവർക്ക് ക്ലാസ് ഉള്ളതല്ലേ ശാരദാമ്മേ? ഓ, ഈ ഒരു ദിവസത്തെ ക്ലാസ് പോയാലും കുഴപ്പമൊന്നുമില്ലായിരുന്നു. മോനെ, കല്യാണം ഇവിടെ അല്ല നടക്കുന്നത്, അപ്പുറത്താ. കഴിഞ്ഞില്ല. ഇതൊക്കെ ചെയ്തോണ്ടിരിക്കല്ല ആശാനെ.
ആ ദേ അങ്ങോട്ട് മാറ്റി വെക്ക് ചേട്ടാ. എന്താ ശാരദാമ്മേ, ഇളയ മരുമോനാണല്ലോ ഓടി നടന്ന് ചെയ്യുന്നത്. അതൊരു ഭാഗ്യ. എന്റെ പൊന്ന് ചേട്ടാ, അത് അവിടെ കെട്ടണ്ട. നിങ്ങൾ ചെന്ന് കാപ്പി കുടിക്കും. ഒന്ന് ശരീരാണെങ്കിൽ ജോലി ചെയ്യണം എല്ലാരും. വരണം. എടാ രാവിലെ ഒന്നും കഴിച്ചില്ലെന്ന് തോന്നുന്നല്ലോ. ഞാൻ കഴിച്ചതാ, നിങ്ങൾ കഴിച്ചതല്ലേ? വേഗം പണിയെടുക്ക്. നീ ഇങ്ങനെ പൂവിന്റെ ചന്ത നോക്കിയിരുന്നോടാ. പെണ്ണ് പൊരിങ്ങി ഇറങ്ങി കൂടി വരും. അപ്പോഴേക്കും മണ്ടപ്പ റെഡിയിൽ ഇങ്ങനെ സ്വഭാവം മാറും. നമസ്കാരം. ചേട്ടാ അത് നീക്കിട്ട് മതി. ആ അങ്ങോട്ട് കഴിയും. അല്ല നിങ്ങളിങ്ങനെ നിക്കണ പിന്നെ ഞങ്ങളും കൂടി പന്തലിട്ടണോ? ഇയാളല്ലേ വാക്ക് വന്നേ, രാവിലെ ആവുമ്പോ എല്ലാം റെഡി ആവോന്ന്. വെറുതെ എന്തിനാ? വാക്ക് പറഞ്ഞ വാക്ക് തന്നെയാ. അതിപ്പോ ശരിയാ. നിങ്ങൾ പോയി പെണ്ണിനെ ഒരുക്കിക്കോളൂ. പെട്ടെന്ന് ആയിക്കോട്ടെ. എടാ നിങ്ങൾ പണിയെടുക്കണ ഭാര്യക്ക് പിടിച്ചിട്ടില്ല കേട്ടോ. പറഞ്ഞേക്കാം. ചേട്ടാ അതെ കസാര അങ്ങോട്ട്. നമസ്കാരം. നമസ്കാരം. വരൂ അകത്തേക്ക് പോ. ആ ശങ്കരേട്ട അത് ഓർഡർ ചെയ്ത അങ്ങനെ. ശരി മോനെ. ആ അതന്നെ. ഒന്ന് നിന്ന് ജോലി ഇപ്പിക്കാറുള്ളൂ. അങ്ങനെ ഇന്ത്യൻ ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടുണ്ടോ? അതെ ഇന്ത്യൻ ഭരണ. വരൂ ഷാജിമോളെ ചായ കുടിച്ചോളൂ കേട്ടോ. അവിടെ അതെ ഇന്ത്യൻ ഭരണഘടനയിൽ എഴുതി വെച്ച കാര്യങ്ങൾ മാത്രമല്ലല്ലോ നമ്മൾ ഇവിടെ ചെയ്യുന്നത്. ആണോ? മറ്റു മനുഷ്യന്മാരെ കണ്ണുരുട്ടി പേടിപ്പിക്കുന്ന ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടില്ലല്ലോ. എന്നിട്ട് ഇയാളുടെ ഈ ഉണ്ട കണ്ണു വെച്ചിട്ട് എപ്പോഴും എന്നെ തുറച്ചു നോക്കി പേടിപ്പിക്കണ്ടല്ലോ. അയ്യോ ആ ചേർന്ന് മാറ്റിയിടൂ. അങ്ങോട്ട് ഇങ്ങോട്ടല്ല. അയ്യോ ആ ചേർ കിടക്കുന്നുണ്ടല്ലേ. എടോ ഇതിന്റെ ബാക്കി നീ ഞാൻ കൊണ്ടുവരണ. ഇത് കണ്ടില്ലേ ഫില്ല് ചെയ്ത് കിടക്കണം. ഇയാളിങ്ങനെ പുതുപുത്തൻ തമാശ പറഞ്ഞ് ചിരിപ്പിക്കല്ലേ. ഇവിടെ നിന്ന് ഓവർ ആക്ടിങ് കാണിച്ച് ചണമാക്കരുത്. എന്റെ ഭർത്താവായതുകൊണ്ട് എനിക്കാ നാണക്കേട്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.